ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റു. സാധാരണ 5:15 5:30 ഈ 3 ടൈമിൽ 5:45 എന്നുള്ള ടൈമിലാണ് അലാറം വയ്ക്കാറ്. ഇച്ചിരി ഉറങ്ങിപ്പോയി. മഴയൊക്കെ അല്ലേ, അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ തണുപ്പൊക്കെ ആയത് കാരണം ഇച്ചിരി ഒന്ന് കിടന്നു പോയി. പിന്നെ കുഞ്ഞും കൂടുള്ളത് കാരണം പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല. അവളെ പിന്നെ തൊട്ടി കിടത്തിയിട്ട് വേണം, പിന്നെ സൗണ്ടൊക്കെ ഇടാതെ പതുക്കെ വേണം നമുക്ക് അടുക്കളയിലോട്ട് വരാൻ. അങ്ങനെ അവളെ കിടത്തിയിട്ട് ഞാൻ അടുക്കളയിൽ വന്നു. എൻ്റെ പണികളൊക്കെ തുടങ്ങി. കാപ്പി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കഴിക്കാനായിട്ട് രാവിലെ ഇഡലിയും ദോശയും മതിയെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനും കഴിക്കാനും. അതുകൊണ്ട് അരിയൊക്കെ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് എല്ലാം റെഡിയാക്കി അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തണുപ്പായതുകൊണ്ട് രാവിലെ അമ്മ കുറച്ച് ചുള്ളിൽ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കുളിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനേ. അങ്ങനെ അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് അടുപ്പ് കത്തിക്കാനും പറ്റി. പിന്നെ ഇഡലിയും ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഉള്ളി സാമ്പാറാണ്, കുഞ്ഞുള്ളി സാമ്പാർ. അപ്പോൾ പരിപ്പ് പെട്ടെന്ന് വേകുന്നതുകൊണ്ട് ഞാനത് കുക്കറിൽ വെക്കാൻ പോയില്ല. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വിസിൽ വരുമ്പോൾ കുഞ്ഞ് എണീക്കും. പിന്നെ ബാക്കി കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത് അങ്ങനെയും മുടങ്ങും പണികളൊക്കെ. അങ്ങനെ ഇഡലി നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളി പൊളിച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കഴുകി ഒരു തക്കാളി 2 പച്ചമുളക് മാത്രം മതി. ഉള്ളി സാമ്പാറില്ലേ, അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നും വേണ്ട. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെച്ചു. പിന്നെ ഇച്ചിരി സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ചോറ് വെക്കുവാണെങ്കിലും തോരനും കറികളൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഒരാൾക്ക് ഇഷ്ടമുള്ള കറികൾ അടുത്ത ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ പിന്നെ തർക്കം, എനിക്കത് മതി ഇത് മതി എന്ന്. ഇതാകുമ്പോൾ 2 പേരും അരി അരച്ച് കഴിഞ്ഞാൽ ദോശ ഇഡലി ഉണ്ടാക്കാം. സാമ്പാർ 2 പേർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വെച്ചു. അങ്ങനെ സാമ്പാർ റെഡിയാക്കി വന്നപ്പോഴത്തേന് പിള്ളേർ എണീറ്റു. മുഖമൊക്കെ കഴുകി കാപ്പി കുടിച്ചു. ഞാൻ പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള യൂണിഫോമൊക്കെ ചൂടോടെ തന്നെ തേച്ച് കൊടുക്കും. കുളിച്ചിട്ട് വരുമ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ആ ചൂട് തണുപ്പല്ലേ, അപ്പോൾ ഒരു ചൂടൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഒരു സുഖമല്ലേ. നേരത്തെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകും. പിന്നെ ഇട്ട് കഴിയുമ്പോൾ ഒരു ഇത് കിട്ടുകയില്ല. ഇതാകുമ്പോൾ കുളിച്ച് വരുന്ന ഉടനെ തേച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്കൊരാശ്വാസമായി. അപ്പോൾ അങ്ങനെ യൂണിഫോമൊക്കെ തേച്ച് റെഡിയാക്കി വന്നു. അപ്പോഴത്തേക്ക് ചിന്നുമോളും എഴുന്നേറ്റു. ഇന്ന് പതിവില്ലാതെ നേരത്തെ 7 മണിയായപ്പോൾ എഴുന്നേറ്റു. പക്ഷേ കരഞ്ഞൊന്നുമില്ല, വലിയ വഴക്കൊന്നുമില്ലായിരുന്നു. കുറച്ച് നേരം ഞാനും കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവളെ എടുത്തു. പിന്നെ പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ട് ഇഡലി ഉണ്ടാക്കി. പിന്നെ ചെറിയ മോൾക്ക് ചിന്നുവിന് മിന്നുവിന് ദോശ മതിയല്ലോ, അപ്പോൾ അവൾക്കതും ഉണ്ടാക്കി. കഴിക്കാനും കൊണ്ടുപോകാനും കൂടെ 2 ദോശ ഉണ്ടാക്കി. അങ്ങനെ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ദോശ ഇഡലി 2 പേരും കൂടെ ഒന്നിച്ച് ഞാൻ വാരി കൊടുത്തു. അപ്പോൾ കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സിൽ എടുത്ത് വെച്ചു, കഴിക്കാനും എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചിന്നു ഇഡലി വേണമെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അവൾക്കും കഴിക്കാനായിട്ട് ഞാൻ കൊടുത്തു. അങ്ങനെ മിന്നു ആണെങ്കിൽ പാത്രത്തിൽ എടുത്ത് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ തന്നെ കഴിച്ചോളും. പിന്നെ ഇടയ്ക്ക് ചിന്നുവിൻ്റെ കൂടെ ഇരുന്ന് അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വഴക്കില്ലാതിരുന്നു, അത്രയും ഒരു സമാധാനം. ഇനി പോകാൻ നേരമുള്ള പാടേ ഉള്ളൂ എനിക്ക്. പിന്നെ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്ത് അവർക്കും കഴിക്കാനും കൊടുത്ത് ഞാൻ പിന്നെ അവരുടെ ബാഗിലെല്ലാം എടുത്ത് വെക്കാനായിട്ട് വെള്ളവും കറികളൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ നമ്മളുടെ രാവിലത്തെ ടിഫിനും കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്താൽ മതി. അവരും റെഡിയായി വന്നപ്പോഴത്തേക്ക് ഞാനെല്ലാം എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിന്നു വാശി കാണിക്കുന്നുണ്ട്, കരയാനൊക്കെ തുടങ്ങുന്നുണ്ട്. എടുക്കണമെന്ന് പറഞ്ഞ് 5 മിനിറ്റൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തുകൊണ്ട് തന്നെ അവർക്ക് വാരിയൊക്കെ കൊടുത്തു. ഈ സ്കൂളിൽ വണ്ടി വരാറാകുമ്പോഴത്തേനും ഇനി തുടങ്ങും. അവർക്ക് മനസ്സിലായി ഞാൻ പോകാൻ നിൽക്കുവാണെന്നൊക്കെ. ഞാൻ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് മയപ്പെടുത്തിയിട്ടാണൊന്ന് കൊണ്ടുവിടാൻ പോകുന്നത്. അതുവരെ ഇങ്ങനെ എന്നെപ്പറ്റി ചുറ്റിപ്പറ്റിയൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുന്ന ഗ്യാപ്പിലാണ് ഞാൻ പിന്നെ കൊണ്ട് സ്കൂളിൽ പറഞ്ഞു വിടാറ്. 2 പേരും ഇപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ കുഞ്ഞിന് ചെറിയ ചുമയുള്ളതുകൊണ്ട് അവർക്ക് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ അതും കൊടുത്ത് എല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ പിള്ളേരുടെ സ്കൂൾ ബസ് വരാറായി. ഇപ്പം ഞാൻ കൊണ്ടുവിട്ടിട്ട് വരാം.